നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹത്തിൻ്റെ ഒരു ഭാഗം മൃഗത്തിൻ്റെതാണെന്ന സംശയമെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യം പ്രാഥമിക പരിശോധനയിൽ ഇക്കാര്യം ഡോക്ടർ ഉറപ്പിക്കുന്നുണ്ട്. ആ സൂചന വൈകിട്ടോടെ ശരീരഭാഗം വയനാട്ടിലേക്ക് അയക്കുമെന്ന് പറയുന്നു. വിവരങ്ങളുമായി സമീർ ബിൻകരിയും ചേരുന്നുണ്ട്. സമീർ, അപ്പോൾ അതിനിപ്പോൾ DNA പരിശോധനയിൽ കൂടിയല്ലേ അങ്ങനെ അത് മൃഗത്തിൻ്റെ ഭാഗമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ? അങ്ങനെയാണെങ്കിൽ അവിടെ കുറേ ദൗർഭാഗ്യവശാൽ കുറേ അധികം ശരീരഭാഗങ്ങൾ അങ്ങനെ കിട്ടിയല്ലോ സമീർ. മറ്റ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും സംശയമുണ്ടോ? അത് ഹാഷ്മി, നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയ ഒരു മൃതദേഹത്തിന്റെ ഭാഗം പരിശോധിച്ചപ്പോഴാണ് ഡോക്ടർമാർക്ക് ഇത് മനുഷ്യൻ്റെതല്ല മൃഗത്തിൻ്റെതാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇതേ തുടർന്ന് പ്രാഥമിക പരിശോധനയിൽ ഡോക്ടർമാർ ഇത് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ ഇത്തരം ഒരു അപകട സാഹചര്യത്തിൽ കിട്ടിയതായതുകൊണ്ട് തന്നെ അതിൽ പരിശോധന അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതും വയനാട്ടിലേക്ക് ഉടൻ തന്നെ അയക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം വരിക എന്നുള്ളതാണ് ഈ ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അപകടം നടന്നതിന് ശേഷം ഇതുവരെ ചാലിയാർ പുഴയിൽ നിന്നും 146 മൃതദേഹങ്ങളാണ് നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത്. ഇതിൽ 146 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിവിധ ആംബുലൻസുകളിലായി വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഈ 146-ൽ ഈ 58 മൃതദേഹങ്ങൾ, ഒപ്പം തന്നെ ശരീരഭാഗങ്ങൾ 88, ഇങ്ങനെയാണ് കണക്കുകൾ ഉള്ളത്. ഇതിൽ 58 മൃതദേഹങ്ങളിൽ 32 പുരുഷന്മാരുടേതാണ്, 23 സ്ത്രീകൾ, 2 ആൺകുട്ടികൾ, 1 പെൺകുട്ടി എന്നിങ്ങനെയാണ് നിലവിലുള്ള ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവിടെ നിലവിൽ ഈ ചാലിയാർ പുഴയുടെ പലയിടങ്ങളിലുമായി തിരച്ചിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ ഈ ആശുപത്രി അധികൃതർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ ഉടൻ തന്നെ അതിന് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഇവിടെ തന്നെ നിലമ്പൂരിൽ തന്നെ സൂക്ഷിക്കും. നാളെ ആയിരിക്കും വയനാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ നടക്കുന്നത് ചാലിയാർ പുഴയുടെ ഈ നിലമ്പൂർ പോത്തുകൽ ഭാഗത്ത് നിന്നും ഏതാണ്ട് 15 കിലോമീറ്ററോളം അകലെയുള്ള വനങ്ങളിലാണ് എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന വിവരം. ഇവിടെ ചെങ്കുത്തായ ഇടങ്ങളിൽ പലയിടങ്ങളിലുമായി ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ മൃതദേഹങ്ങളും കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അവയെല്ലാം തന്നെ ഈ തോളിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച് മാത്രമേ ഈ പുഴയിലേക്ക് എത്തുകയുള്ളൂ. തുടർന്ന് ഈ പുഴയിൽ നിന്നും ബോട്ട് മാർഗം മറുകരയിൽ എത്തിച്ച് അവിടെ വാഹനത്തിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ കയറ്റി പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തന രീതി. അതുകൊണ്ട് തന്നെ ഈ ചാലിയാർ പുഴയുടെ പോത്തുക്കൽ, മുണ്ടേരി ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്ററോളം അകലെ മമ്പാട് ഭാഗത്തും നിലവിൽ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. അത് പ്രധാന കാരണം ഇന്നലെ മുതൽ ഈ നിലമ്പൂരിൽ പോത്തുക്കൽ ഭാഗത്ത് നിന്നും 20 കിലോമീറ്റർ അകലെ, അതായത് ഒന്നുകൂടി കൃത്യമായി നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ നിന്നും പുഴയിലൂടെയുള്ള ദൂരം നോക്കുകയാണെങ്കിൽ 40 കിലോമീറ്റർ അകലെയുള്ള മമ്പാട് ഓടായിക്കൽ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ ഇന്നും ഇന്നലെയുമായി കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചാലിയാർ പുഴയുടെയും ഒപ്പം തന്നെ പോഷക നദികളുടെയും കേന്ദ്രീകരിച്ച് വിവിധ ടീമുകളായുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് രക്ഷാപ്രവർത്തകരിൽ നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും നിലവിൽ ഏറ്റവും ഒടുവിൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. എത്തിയവ എല്ലാം തന്നെ നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വയനാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഹാഷ്മി, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വിവരങ്ങൾ നൽകുകയാണ്. ഈ ചാലിയാർ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന വേണമെന്ന് തന്നെ നേരത്തെ ആ മേഖലയുള്ള പറഞ്ഞു. ഇതാ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ച വാട്സാപ്പ് സന്ദേശം ഇങ്ങനെയായിരുന്നു: എന്തുകൊണ്ടായിരിക്കാം ഇത്രയും മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങാതെ ചാലിയാറിലേക്ക് ഒഴുകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം തന്നെ മറുപടി പറയുന്നത് ഒരു പോസിബിലിറ്റി പറയുകയാണ്. ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, അതിന് രണ്ടാമത്തെ അത്ര ശക്തി ഉണ്ടായിരുന്നില്ല. ചില വീടുകൾ മാത്രം തകരുകയും മറ്റു ചില വീടുകളിൽ ചെളിയും വെള്ളവും കയറുന്നു. പരിസരത്തുള്ളവരെല്ലാം തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനവും മറ്റുമായി വീടുകൾക്ക് പുറത്തു തന്നെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞത്. അദ്ദേഹത്തിന് അറിവ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് രണ്ടാമതുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ അവരെയെല്ലാം ഒന്നിച്ച് തുടച്ചു നീക്കി അപ്പാടെ ചാലിയാറിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ പരിസരത്തെ ആഘാതമേൽക്കാത്ത വീടുകളിലെ ആളുകൾ പോലും രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി അപകടത്തിൽപ്പെട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അവിടുത്തെ വിറ്റ്നസ്സുകളോട് ഈ കാര്യം ക്ലാരിറ്റിയോടെ ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നതിൽ ഒരു യുക്തിയുള്ളൊരു പോയിന്റ് ഉണ്ട് എന്ന് തന്നെ തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ ചാലിയാറിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് കഴിയാവുന്ന വിധമൊക്കെ തിരച്ചിൽ, പക്ഷേ ഈ മുണ്ടക്കൈയിൽ നടത്തുന്നതിന് സമാനമായ രീതിയിലുള്ള കുറച്ചുകൂടി വ്യാപകമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന് കാരണം, അങ്ങനെ പറയാൻ കാരണം, മന്ദാലക്കടൽ ഇന്നലെ 10 വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയത് മന്ദാലക്കടവ് എന്ന പ്രദേശത്താണ്. 90 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന, നമ്മൾ അതിൻ്റെ പുഴദൂരം നോക്കിയാൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് ഈ പറഞ്ഞ മന്ദലക്കടവ്. അപ്പോൾ അവിടെ വരെ ബോഡികൾ പോയിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള വനമേഖലയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ബോഡി കിട്ടി. ഓടായിക്കലിൽ നിന്ന് കിട്ടി 50 കിലോമീറ്റർ അധികമുണ്ട് ഈ ഉരുൾപൊട്ടിയ സ്ഥലമായി നമ്മൾ പുഴദൂരം ഏകദേശം കണക്ക് കൂട്ടിയാൽ.
ഓടായ്ക്കൽ കിട്ടി, പൂക്കോട്ടുമണ്ണ് പോത്തുകൽ 30 കിലോമീറ്റർ, സൂചിപ്പാറ 6 കിലോമീറ്റർ, അങ്ങനെ ഒരുപാട് അകലെ നിന്ന് ബോഡികൾ കിട്ടിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ആ മേഖലയിലെ ഒക്കെ ശരീരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന പരിശോധന വരും ദിവസങ്ങളിൽ അനിവാര്യമായി വരും. കാര്യം അത്രത്തോളം പേരെ കാണാതായി എന്നുള്ള വലിയ ആശങ്ക പ്രദേശവാസികൾ പറയുന്നുണ്ട്. പ്രേക്ഷകർ കാണുന്നത് പെരുമഴയുടെ ദൃശ്യങ്ങളാണ്. പെരുമഴയത്ത് മുണ്ടക്കൈയിലേക്ക് രക്ഷാദൗത്യത്തിനായി പോയ ആളുകൾ അവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. കുറേ സമയമായി മടങ്ങുന്നുണ്ട്. അത്രയും അധികം ആളുകൾ അവിടെയുണ്ട്. മുണ്ടക്കൈയിൽ അത്രയും അധികം ആളുകൾ രാവിലെ മുതൽ തന്നെ. ഇന്നലെയും സമാനമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഞാൻ കരുതിയത് ഒറ്റപ്പാലമാണ്. ആ പാലത്തിൽ കൂടി ഓരോരുത്തർക്ക് കൂടി മാത്രമേ അങ്ങോട്ട് ഇറങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് അത്രയും വലിയ പെരുമഴ പെയ്യുകയാണ്. ഇവിടെ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇനിയിപ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ മഴ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. മാത്രവുമല്ല, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, മുണ്ടക്കയിൽ നിന്നും മേലെ മുണ്ടക്കയിൽ നിന്നും അടക്കം ആളുകൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തിരികെ പോവുകയാണ്. ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചൂരൽമലയുടെ ഈ ഭാഗത്ത് ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ്. അതോടുകൂടി മുണ്ടക്കൈ പിന്നെ ഒരു തുരുത്തല്ല, മുണ്ടക്കൈയിലേക്ക് ആളുകൾക്ക് പോകാൻ പറ്റും. മുണ്ടക്കൈയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ മുണ്ടക്കൈക്ക് പുറം ലോകത്തേക്ക് ഒരു വാതിൽ തുറക്കും. അതോടുകൂടി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു. മോശം കാലാവസ്ഥ. അത് കനത്ത മഴ പെയ്യുകയാണ് ഈ മേഖലയിൽ. അത് ചൂരൽമല മാത്രമല്ല, മുണ്ടക്കയിലും മേലെ മുണ്ടക്കയിലും ഒക്കെ വലിയ രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അശ്മി, നമ്മൾ മുൻപത്തെ ലൈവിൽ സംസാരിക്കുമ്പോൾ ഈ കറുത്ത കാർമേഘങ്ങൾ ഇവിടെ ഇങ്ങനെ ഉരുണ്ടുകൂടിയായിരുന്നു. ഇപ്പോൾ അത് മഴയായി വീണിട്ടുണ്ട്. ഈ മഴ ഇങ്ങനെ കാര്യമായി തുടരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയാക്കുന്നതോടുകൂടി ഏതാണ്ട് ഇന്നത്തെ ഈ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാനായിരിക്കും ആർമി ശ്രമിക്കുക. ശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തൊട്ടടുത്ത ദിവസം നാളെ രാവിലെ ആയിരിക്കും വീണ്ടും ഇത് തുടങ്ങുക, പുനരാരംഭിക്കുക എന്നുള്ള വിവരം കൂടി ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ മുണ്ടക്കയിലെയും മേലെ മുണ്ടക്കയിലെയും ഒക്കെ ദൃശ്യങ്ങൾ കണ്ടു. ഞെട്ടിക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ നമ്മളായി ഈ ചൂരൽമലയിൽ കാണുന്ന പോലെയുള്ള ദൃശ്യങ്ങളല്ല. അത്രയും അതിനേക്കാൾ എത്രയോ കാഠിന്യമേറിയ ദുരന്തത്തിന്റെ ആഘാതം വിളിച്ചു കാട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ മുകളിൽ നിന്ന് കണ്ടു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാനിപ്പിക്കാതെ ഒരുങ്ങുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോഴും ഈ പുഴയുടെ ഗതിമാറ്റി ഒഴുക്കുന്നടക്കമുള്ള കാര്യങ്ങൾക്ക് മണ്ണ് വെട്ടിയിടുന്നത് അത് ഈ JCB-കൾ കൊണ്ട് നടക്കുന്നുണ്ട്, ഹിറ്റാച്ചുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഇനി കണ്ടെത്തേണ്ട ആളുകളുടെ എണ്ണം വളരെ 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 കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും ആ എണ്ണം അങ്ങനെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ ശക്തമായ തിരച്ചിൽ അനിവാര്യമാണ്. പക്ഷേ അപകടങ്ങൾക്ക് ഇനി വഴിവെച്ചുകൂടാ. നമ്മൾ കണ്ടതാണ്, നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ദുരന്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ വീണ്ടും മറ്റൊരു അപകടത്തിന് വഴിവെച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്ന് കാര്യമായ ആളുകളെ മാറ്റുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. കാശ്മീർ പ്രേക്ഷകർ കാണുന്നത് മുണ്ടക്കൈയിൽ നിന്ന് രക്ഷാദൗത്യത്തിനായി പോയ ആളുകൾ കനത്ത മഴയെ തുടർന്ന് അതീവ ദുഷ്കരമായ കാലാവസ്ഥ തുടർന്ന് അവിടുന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ കുറച്ചുകൂടി സമയം ദൗത്യത്തിന് സമയം കിട്ടിയെങ്കിൽ ഇന്നിപ്പോൾ ഉച്ച മുതൽ തന്നെ വലിയ മഴയാണ്. നേരത്തെ ഇപ്പോൾ മുംതാസ് ഫിർദോസ് എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നത് മമ്പാട് നിന്ന് ഇപ്പോൾ ഒരു ബോഡി കൂടി കിട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സമയമാണ് അദ്ദേഹം വെറുതെ കമന്റ് ബോക്സിൽ പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, അത് അന്വേഷിക്കാവുന്നതാണ്. അതിപ്പോൾ അത് അങ്ങനെ ഉണ്ടാവില്ല എന്നും പറയാൻ കഴിയില്ല. അതിന് കാരണം ഈ ദിവസങ്ങളിൽ നമ്മൾ ചാലിയാറിൻ്റെ പുഴയോരങ്ങളിലൊക്കെ കാണുന്നത് ഒരുപാടെന്നോണം മൃതദേഹങ്ങൾ കിട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മമ്പാട് എന്ന് പറയുന്നത് ഈ പറയുന്ന മന്ദലക്കട ഇന്ന് മൃതദേഹം കിട്ടിയ സ്ഥലത്തിന് തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്തായാലും ചാലിയാർ പുഴയിൽ വ്യാപകമായ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ രക്ഷാദൗത്യ സംവിധാനങ്ങൾ മാത്രമല്ല, നാട്ടുകാർ അവരുടേതായ രീതിയിൽ ചെറിയ ബോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് 40 കിലോമീറ്റർ ദൂരത്തിൽ അവരും അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ അത്തരത്തിൽ അന്വേഷണം നടത്തുന്ന സംഘത്തിൽപ്പെട്ട ഒരാളെ ഫോണിലൊക്കെ നമ്മൾ വിളിച്ചിരുന്നു. കണ്ണൂരിൽ നല്ല മഴയാണ് എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ. എന്തായാലും ഇപ്പോൾ വരുന്നൊരു വാർത്ത, വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നൽകാനായി തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ കളക്ഷൻ സെൻ്ററിലേക്ക് സാധനങ്ങൾ ഇനി എത്തിക്കേണ്ടതില്ല എന്ന് ജില്ലാ കളക്ടർ അനുകുമാരി അറിയിക്കുകയാണ്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പര്യാപ്തമായ അളവിൽ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി നൽകണം എന്ന് കളക്ടർ അറിയിക്കുകയാണ്. അവിടെ ക്യാമ്പുകളിലുള്ള അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നേരത്തെ അവിടുത്തെ കളക്ടറും പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അധികം സാധനങ്ങൾ അങ്ങോട്ടേക്ക് വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ നേരിട്ട് സഹായം അവിടെ ക്യാമ്പിനകത്ത് കൊണ്ട് കൊടുക്കുന്നത് പ്രാക്ടിക്കലല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസത്തിലേക്ക് ഒരു കൈത്താങ് കൊടുക്കേണ്ടവർ അതിലേക്ക് സഹായിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ബെയിലിപ്പാലത്തിൻ്റെ പണി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബെയിലിപ്പാലം
1.5 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കിയതിന് ശേഷം ഒരുപക്ഷെ ഈ ബെയിലിപ്പാല നിർമ്മാണത്തിൽ ഇന്നലെ രാത്രിയൊക്കെയായി നിരന്തരം ഇടവേളകളില്ലാതെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സൈനികരും ഒരുപക്ഷെ രക്ഷാദൗത്യം പൂർത്തിയാക്കി മടങ്ങുമായിരിക്കും. അത്രത്തോളം ദുഷ്കരമായ കാലാവസ്ഥ അവിടെയുണ്ട്. വലിയ മഴ എന്ന് പറഞ്ഞാൽ വലിയ മഴയാണ്, ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണ് വലിയ മഴ. മാത്രമല്ല താഴെ ഒഴുകുന്ന പുഴയിൽ കൂടി കലങ്ങി മറിഞ്ഞൊഴുകുന്ന കുത്തൊഴുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ മണിക്കൂറിലെ ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം 2 കണക്കുകളാണ്. ആ കണക്കുകൾ ഒന്ന് 297 എന്ന ഉരുൾപൊട്ടൽ മരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് കണക്കാണ്. 240 എന്ന കാണാതായവരുടെ അനൗദ്യോഗിക കണക്കുമാണ്. അപ്പോൾ ഈ കാണാതായവരുടെ അനൗദ്യോഗിക കണക്കിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം 240 യഥാർത്ഥത്തിലുണ്ടോ, അല്ലെങ്കിൽ പ്രദേശവാസികൾ പറയുമ്പോൾ 240-നേക്കാൾ കൂടുതൽ, അതിൻ്റെ 10 മടങ്ങൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഈ ലയങ്ങളിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള സൂചനകളില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കുടുംബമൊക്കെ ഒന്നടങ്കം മണ്ണിനടിയിൽ പോയാൽ മിസ്സിംഗ് പരാതിപ്പെടാൻ പോലും ആരും ഉണ്ടാകില്ലല്ലോ എന്ന് നെടുവീർപ്പിടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. ഈ ക്യാമ്പുകളിലൊക്കെ നമ്മൾ കണ്ടു. ഒരു കുടുംബത്തിലെ ഒട്ടേറെ പേരെ നഷ്ടപ്പെട്ട കുറേ അധികം ആളുകളെ നമ്മൾ കാണുകയാണ് ഈ ദിവസം. മക്കളെ നഷ്ടപ്പെട്ട അച്ഛന്മാരെ നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ കണ്ണീരോടെ അല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരച്ഛൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഹൃദയവേദനയോടുകൂടി കാത്തിരിക്കുന്ന ഷഹദ് നേരത്തെ അദ്ദേഹത്തോട് പോയി കാര്യങ്ങൾ സംസാരിച്ച് പ്രേക്ഷകരെ അറിയിച്ചിരുന്നതാണ്. എൻ്റെ മകൾ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ബോഡി അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ദൂരെ അമേരിക്കയിലേക്ക് പോയി പഠിക്കണമെന്നായിരുന്നു മകളുടെ ആഗ്രഹം. ഞാൻ ദൂരെ അവളോട് പഠിക്കാൻ പോയി എന്ന് കരുതി സമാധാനിച്ചോളാമെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരച്ഛനെ നമ്മൾ കണ്ടു. അത് അവിടുത്തെ ഒറ്റപ്പെട്ട കാഴ്ചയല്ല. ഒരുപാട് അത്തരത്തിൽ വേദന പറയുന്നവരാണ് അവിടെ നിൽക്കുന്ന ക്യാമ്പുകളിൽ ഒട്ടുമിക്ക എല്ലാവരും. ഇപ്പോൾ കനത്ത മഴയിൽ രക്ഷാദൗത്യം ഏതാണ്ട് പൂർത്തിയാക്കുന്നു. മുണ്ടക്കൈ മേഖല രക്ഷാദൗത്യം ഏതാണ്ട് പൂർത്തിയാക്കുന്നു. മുണ്ടക്കൈ മേഖലയിൽ ഇനിയും രക്ഷാപ്രവർത്തകർ കടന്നു വന്നിട്ടില്ലാത്ത മേഖലകളുണ്ട് എന്ന് ചില പ്രാദേശികവാസികളൊക്കെ പറയുന്നുണ്ട്.